എന്നാണ് മക്കളെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എത്തിയിട്ടുള്ള സ്കൂളിൽ നിന്ന് ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് സാധനം മേടിക്കണം പറഞ്ഞപ്പോൾ അങ്ങനെ കുറേ നേരം വൈകി. നമ്മളങ്ങാട്ടി വലിയ VIP വരും. വേഷം പണക്കാരാണെങ്കിൽ സ്വഭാവം പിച്ചക്കാരാണ് ആദ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ 2 ദിവസം എനിക്കൊന്ന് കളിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് പൂനെ പോയിട്ട് ആഗ്ര പോയിട്ട് എന്താ പറയുക താജ്മഹൽ കണ്ടോളി. കാരണം ഇപ്പോൾ ഏതാനും നിമിഷത്തിൻ്റെ ഉള്ളിൽ അത് അല്ലെങ്കിൽ പേര് മാറ്റിക്കണം അവർ താജ്മഹൽ ആക്കിയേക്കണം. അപ്പോൾ കാണാനുള്ളവർ പെട്ടെന്ന് പോയി കണ്ടോളി. നമ്മുടെ മക്കൾക്കൊക്കെ ഇനി അവിടെ ഒരു താജ്മഹൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ അവരെ പൊളിക്കും, അല്ലെങ്കിൽ അതിൻ്റെ രൂപം മാറ്റും. മറ്റേ ബാബരി മസ്ജിദ് മാറ്റിയ പോലെ അങ്ങനെ മാറ്റും അവർ. അപ്പോൾ നമ്മുടെ ആ കോണസ്വാമി ഇല്ലേ, കോണസ്വാമി ജീവിതത്തിൽ ഷഡ്ഡിടാത്ത ഒരു മനുഷ്യൻ. അപ്പം അയാളും കുറച്ച് ചാണക കുട്ടികളും കൂടിയിട്ട് അവിടെ പൂജ നടത്താൻ പോയി. ഞാൻ വീഡിയോ ഇടുന്നില്ല. അപ്പം അതിന് പോലീസുകാരെ കടത്താടി. എന്ത് പോലീസുകാർ, ഇവരൊക്കെ എല്ലാം ഭരിക്കണം. അപ്പോൾ എന്തായാലും കാണ്ടവരൊക്കെ പോവുക. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് ചോളി. ഇനി കുറച്ച് കാണാൻ പറ്റില്ല. പിന്നെ നമ്മളൊക്കെ ആദ്യമൊക്കെ കുറേ ഞക്കൊക്കെ ഒരുപാട് ആഗ്രഹം പോകണം. നമ്മുടെ നാട്ടിൽ ആകെപ്പാടെ ടൂറിസ്റ്റുകാർ വരുന്ന ഒന്ന് താജ്മഹൽ കാണാൻ, ഒന്ന് കേരളത്തേക്കും. മറ്റുള്ള സംസ്ഥാനത്തേക്ക് ആരെ പോകും? UP യിലേക്കോ ബീഹാർ, ഉത്തർപ്രദേശ്, മറ്റേ എന്താ പറയുക ബീഹാർ അങ്ങനെ സ്ഥലത്തേക്ക് ആരെങ്കിലും പോവോ? പിന്നെ ഹൈദരാബാദിലേക്ക് പോവും. അവിടെ കുറച്ച് നല്ല മനുഷ്യന്മാരുള്ള കാരണം. ഗുജറാത്തിലേക്കും പോവും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി താജ്മഹൽ കൂടി പോയി കഴിഞ്ഞ് ആകപ്പാട് എന്താ അറിയപ്പെടുന്ന താജ്മഹൽ എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് ആൾക്കാർക്ക് ടൂറിസ്റ്ററൊക്കെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം ഞാൻ ഇവിടെ മുഖ്യമന്ത്രി കയറലാണല്ലേ ഗതാഗതം നല്ല കാര്യമുണ്ട്. അത് അന്ന് കൊടുക്കേണ്ട ആവശ്യം ഒന്നില്ലെങ്കിൽ ഒരു പ്രായപരിധിയൊക്കെ നിശ്ചയിക്കുക. ഇന്ന ഇത്ര വയസ്സുള്ള ആൾക്കാർ കയറാൻ പറ്റുള്ളൂ എന്നുള്ള പറയാം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കയറാൻ പറ്റില്ല. ഒന്നാമത് 40-50 ലക്ഷം ശമ്പളം വാങ്ങണമായിരിക്കും. ഇവർക്കൊക്കെ എന്തിന് ഫ്രീ സർവീസ്? അല്ല, അയാൾ പറഞ്ഞതിൽ കുറേ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അയാളിങ്ങനെ പറയാതെ പറഞ്ഞെന്നുള്ളൂ. അതിൽ കുറേ തെറ്റൊക്കെ ഉണ്ട്. ഉപ്പളൊക്കെ തിരുത്തേണ്ട അങ്ങനെ പറഞ്ഞ ആവശ്യം ഉണ്ടാകുന്നില്ല. ആദ്യം ഇവരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ നമ്മൾ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണി കിട്ടുന്ന ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രായപരിധി കൊടുത്തിട്ട് അങ്ങനെ KSRTC സൗകര്യം കൊടുക്കണം. ഇപ്പോൾ എന്താ ഇപ്പോൾ കുറേ കട്ടപ്പുറത്തും ആട്ടുംകൂടും തൊഴുത്തിലൊക്കെ കിടക്കുന്ന ബസ്സുകൾ. അത് ഓടുന്നതിന് മുട്ടയില്ല, ടയർ ഗ്രിപ്പും ഇല്ല, ഒക്കെ മുട്ടയാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ കണ്ടു. ഇപ്പോൾ മഴക്കാലത്ത് KSRTC ചവിട്ടി എങ്ങനെ പോകണം. നമ്മുടെ ലാലേട്ടൻ്റെ പോലെ ഇങ്ങനെ സൈഡ് കഴിഞ്ഞ് പോണ്. അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ.